നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇപ്പോഴത്തെ വലിയ ചർച്ചകളിലൊന്നാണ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം. ജൂത മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള തീരാത്ത സംഘർഷമായാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ അനുകൂലികളും പലസ്തീൻ അനുകൂലികളും തമ്മിലുള്ള ഒരു യുദ്ധമായി അത് കളം നിറഞ്ഞാടുകയാണ്. ഒരു അന്താരാഷ്ട്ര വിഷയം ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നതിലേക്ക് നമ്മുടേതുപോലുള്ള ഒരു സമൂഹം മാറുന്നത് തീർച്ചയായും വളർച്ചയുടെ ലക്ഷണമാണ്. എന്നാൽ അതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളോടെ നടക്കുന്ന സാമുദായിക വിദ്വേഷ പ്രചാരണങ്ങൾ നാം കാണാതിരുന്നുകൂടാ. ഇന്ത്യൻ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ യുക്തി കടമെടുത്തുകൊണ്ട് കണ്ടില്ലേ, ഇവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തീവ്രവാദമുണ്ട് എന്ന മട്ടിൽ ഒരു വിഭാഗത്തെ മുദ്ര കുത്തുന്നതിലേക്കാണ് ചർച്ചകൾ നീളുന്നത്. അത്തരം ചർച്ചകൾ നമ്മുടെ നാട്ടിൽ സാമുദായിക ധ്രുവീകരണം സംഭവിക്കുന്നതിലേക്ക് നയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമെന്ന് നാം മനസ്സിലാക്കിയേ പറ്റൂ. വളച്ചൊടിക്കപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ ഇത് സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതല്ല. 2, മുസ്ലിങ്ങളും ജൂതന്മാരും ആയിരക്കണക്കിന് വർഷങ്ങളായി നിരന്തര സംഘർഷത്തിലായിരുന്നുവെന്നത് ചരിത്രപരമായി ശരിയല്ല. 3, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ജൂത സംഘർഷമേയല്ല. ഇത്രയും കാര്യങ്ങളിൽ ആദ്യമേ തീർപ്പാക്കിയാൽ മാത്രമേ പക്ഷാപാതിത്വമില്ലാതെ കാര്യങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കാൻ കഴിയൂ. നാം പറഞ്ഞ 3 കാര്യങ്ങളിൽ ആദ്യത്തെ പ്രസ്താവന ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതല്ല എന്നതാണ്. അങ്ങനെയാണ് എന്ന് ഉറപ്പിക്കാൻ സയനിസ്റ്റ് പക്ഷക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1000 BC-യിൽ ദാവീദ് എന്ന പേരിൽ ജൂതവിഭാഗം ബഹുമാനിക്കുന്ന പ്രവാചകൻ കൂടിയായ രാജാവ് ഭരിച്ചിരുന്നുവെന്നും അത് പിന്നീട് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തതാണ് എന്നുമാണ്. അത് മിത്തും ചരിത്രവും കൂടിക്കുഴഞ്ഞ ഒരു സ്ഥലിയാണ്. അതിനെ യാഥാർത്ഥ്യമായി എടുത്താൽ പോലും അതിൽ സംഘർഷമില്ല എന്നതാണ് വസ്തുത. കാരണം ഇപ്പറഞ്ഞ ദാവീദ് ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ മതചരിത്രമനുസരിച്ച് 3 കൂട്ടരും ഒരേപോലെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. മുസ്ലിങ്ങൾ അറബ് ഭാഷയുടെ സ്വാധീനത്താൽ ദാവൂദ് നബി എന്ന് വിളിച്ചു പോരുന്ന പ്രവാചകനാണ് അദ്ദേഹം. അതായത് ദാവീദിൻ്റെ പാരമ്പര്യം ജൂത വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് സാരം. രണ്ടാമത്തേതായി നാം സൂചിപ്പിച്ചത് മുസ്ലിങ്ങളും ജൂതന്മാരും ആയിരക്കണക്കിന് വർഷങ്ങളായി നിരന്തര സംഘർഷത്തിലായിരുന്നുവെന്നത് ചരിത്രപരമായി ശരിയല്ല എന്നതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാകാം എന്നത് മാറ്റി നിർത്തിയാൽ പലപ്പോഴും ജൂതവിഭാഗത്തിന് ആശ്രയം നൽകുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു ജനവിഭാഗം എന്ന നിലയിൽ ചരിത്രത്തിൽ ഏറ്റവും അധികം പീഡനങ്ങൾ യൂറോപ്യൻ ഭരണാധികാരികളിൽ നിന്നും മറ്റും നേരിട്ട സമൂഹമാണ് ജൂത സമൂഹം. എല്ലാവർക്കും അറിയാവുന്ന ഈ ചരിത്രമറിയാൻ ജർമ്മനിയുടെയും ഹിറ്റ്ലറുടെയും ചരിത്രമെങ്കിലും മിനിമം മനസ്സിലാക്കിയാൽ മതി. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ ജൂതവിഭാഗത്തിന് താങ്ങും തണലുമായിരുന്നതും അഭയാർത്ഥികൾ എന്ന നിലയിൽ അവരെ സ്വീകരിച്ചിരുന്നതും ജോർദാൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമതായി നാം പ്രസ്താവിച്ചതുപോലെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ജൂത സംഘർഷമല്ല. 1948-ൽ ഫലസ്തീനിൽ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ ലോകശക്തികളുടെ പിൻബലത്തോടെയാണ് ഇത് നടന്നത്. അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പശ്ചിമേഷ്യയിൽ ഒരു പ്രവിശ്യ എന്നതായിരുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ ലക്ഷ്യം. ഗാന്ധിജി അടക്കം ലോകത്തെ എല്ലാ വിമോചന പോരാളികളും ഫലസ്തീന് നടുവിൽ ഇസ്രായേൽ രാഷ്ട്ര സംസ്ഥാപനത്തിന് എതിരായിരുന്നു. യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുടിയേറി ഫലസ്തീൻ്റെ പല ഭാഗങ്ങളിലായി ജൂത സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയവർക്ക് പിന്നീട് അവർ ഭൂരിപക്ഷമായ സ്ഥലങ്ങൾ നിർണയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു രാഷ്ട്രം നിർമ്മിക്കുമ്പോൾ തന്നെ സമാന്തരമായി ഫലസ്തീനികൾക്ക് അതിർത്തി നിശ്ചയിച്ച് മറ്റൊരു രാഷ്ട്രം അനുവദിക്കപ്പെട്ടതുമില്ല. പിന്നീട് അത്തരത്തിൽ നടന്ന എല്ലാ ശ്രമങ്ങളെയും ഇസ്രായേൽ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ പോരാട്ടം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ല. ഹിന്ദുത്വ എന്ന ആശയത്തിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ഒരുമ്പെടുന്ന തീവ്ര വലതുപക്ഷ ആശയക്കാരും അതിൻ്റെ ഇരകളും തമ്മിലാണ് എന്ന് പറയുന്നത് പോലെ
ഇസ്രായേലിലെ ജൂതവിശ്വാസികളും പലസ്തീനിലെ മുസ്ലിം വിശ്വാസികളും തമ്മിലല്ല സംഘർഷം. തീവ്ര വലതുപക്ഷക്കാരായ സയനിസ്റ്റുകളുടെ ഭരണകൂടവും സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത അസംഘടിതരായ ഒരു ജനവിഭാഗവും തമ്മിലാണ്. വാഗ്ദത്ത ഭൂമി, വാഗ്ദത്ത ജനത എന്ന സയനിസ്റ്റുകളുടെ പിടിവാശിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വീടും സ്വന്തം ഗ്രാമങ്ങളും നഷ്ടപ്പെട്ട് പല ഭാഗങ്ങളിലായി പൗരാവകാശം പോലുമില്ലാതെ അലയുന്ന ഒരു ജനതയും ഇസ്രായേൽ എന്ന രാഷ്ട്രവും തമ്മിലാണ് പോരാട്ടം. ഇസ്രായേൽ തങ്ങളുടെ ടാങ്കുകളും ആയുധങ്ങളും ഉപയോഗിച്ച് പലസ്തീനിലെ ജനവാസ മേഖലകൾ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുമ്പോൾ തിരിച്ചടിക്കുന്നത് ഒരു പരമാധികാര രാഷ്ട്രമല്ല, പകരം ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു ജനസമൂഹമാണ്. ഫലസ്തീനികൾ എല്ലാവരും മുസ്ലിങ്ങളല്ല, 11% വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗം കൂടി ചേർന്നതാണ്. എന്തിനധികം ഇസ്രായേലിൽ തന്നെ നിസ്സാരമല്ലാത്തൊരു ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇവിടെ ഇസ്രായേലിൻ്റെ ചെയ്തികളെ ആഘോഷിക്കുന്നവർ ഇസ്രായേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്രമത്തെ അപലപിച്ചുകൊണ്ട് നടത്തിയ പ്രകടനവും പ്രമേയവും കാണാൻ മറന്നുപോകരുത്. സാങ്കല്പിക രാജ്യമായ പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റായി യാസർ അറാഫത്തിനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതിനെ മറന്നുപോകരുത്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് ആഭ്യന്തര സംഘർഷങ്ങളും നെതന്യാഹുവിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയും മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ്. അതിനവർ തീവ്ര ദേശീയത എന്ന ഉപയോഗിച്ച് പഴകിയ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന പഴഞ്ചൊല്ലിനെ തിരിച്ചിടുകയാണ് ആഭ്യന്തര പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാ തീവ്ര വലതുപക്ഷ ഭരണാധികാരികളും ചെയ്യാറുള്ളത്. അവർ അടുക്കളയിൽ തോറ്റാൽ അങ്ങാടിയിലേക്കിറങ്ങും. ആഭ്യന്തര തോൽവികളെ അന്താരാഷ്ട്ര സംഘർഷം മൂർച്ഛിപ്പിച്ചുകൊണ്ട് മറികടക്കാൻ അവർ ശ്രമിക്കും. അതിന് ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കൊല്ലപ്പെടുന്നത് കുട്ടികളാവട്ടെ, അമ്മമാരാവട്ടെ, നിരായുധരായ ജനവിഭാഗമാകട്ടെ, ഒന്നും പ്രശ്നമല്ല. അവർക്ക് പ്രശ്നം അധികാരം മാത്രമാണ്. അതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. പരിഹാരം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലും ഇപ്പോൾ ഫലസ്തീൻ്റെ പക്കലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പരമാധികാര പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനവും മാത്രമാണ്. അതിലേക്കുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിനു പകരം തീവ്ര വലതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വിദ്വേഷത്തിൻ്റെ ഭാഷയിൽ ഇസ്രായേൽ പക്ഷത്ത് ചേർന്ന് ഒരു ജനവിഭാഗത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷ ഘടനയ്ക്ക് മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുക.